ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ, എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല. ഞാൻ 4-5 ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ്, റിയാദിലാണ്, ബഹ്റൈനിലാണ്, ദുബായിലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള 10-15 പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല. അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് ഇൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാം, പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ല, അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിപ്പോ 1 hour പെർഫോം ചെയ്ത് 1 hour നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പോവാന്നുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാര് കുട്ടികളോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത് എന്റെ തെറ്റല്ല. സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങൾ പണിയടക്കം മാറ്റി വെച്ച് പണിത്തിരക്കിന്റെ ഇടയിൽ വന്നവരാണ്. എനിക്കറിയാം, പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ്. എല്ലാം എനിക്കറിയാം. ഞാൻ പറയാം, ഞാൻ അപ്പൊ ഗൈസ്, സംഭവം നല്ല രീതിയിൽ ആൾക്കാർ മൂഞ്ചിയാണ്. കാരണം എന്താ വെച്ചാല് 2-3 പെടല പെട്ടു. ഒന്ന് ഓല് ഡോർ അടച്ചുകൊണ്ട് ഉള്ളിൽ കയറ്റിയാണ്ട് പുറത്തൊരു 10-500 ആൾക്കാർ പെട്ടുപോയി. അതിന്റെ പുറത്ത് പിന്നെ ഓനെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് 2 പാട്ട് പ്രതീക്ഷിച്ച് നമ്മൾ നിന്ന്, അതും കിട്ടിയില്ല. എന്താ പറഞ്ഞ പിന്നില്ല, അല്ലെ ലൈസൻസ് ഇല്ല, എന്തൊക്കെയാ തൊട്ട മുറിച്ചൊക്കെ ഓനെ ഇവിടെ കൊണ്ടുവന്നു. അതെ, ഓ പാട്ടുകാരനാകുമ്പോ സ്വാഭാവികമായിട്ട് ഓരോ പാട്ട് കേൾക്കാനാണ് നമ്മൾ വരുന്നത്. പണി മുടക്കിയിട്ട് പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളൊക്കെ താണ്ടിട്ട് നമ്മൾ വരുന്നത്. ഓ ആയിക്കോട്ടെ, അങ്ങനെ എത്താണ് ഇവിടെ എന്ത് സംഭവിച്ച് ഒന്നും മനസ്സിലായില്ല നമുക്ക്. അപ്പൊ പരിപാടി എന്തായി പറഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പരസ്യം നോക്കിയതാ. ഇൻസ്റ്റാഗ്രാം അതുപോലെ മറ്റെല്ലാ ഗ്രൂപ്പുകളും ഇവിടെ വിളിച്ചു അൽബപ്പം കാട്ടിയത് മോശമായ പരിപാടിയാണ്. 110 കിലോമീറ്ററാണ് ഈ സാധു ഓടി വന്ന് ക്രാനാൻഷാനെ കാണാൻ. ഒരാഴ്ച മുമ്പ് ഇവിടെ പരിപാടി അനൗൺസ് ചെയ്യാൻ അൽബഫക്കാര് ഇത്രയും ജനങ്ങളെ ഇവിടെ വിളിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഇവന്റിന്റെ പേരും പറഞ്ഞുകൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തു. കസയിൽ നിന്നും അപ്പയ്ക്ക് നിന്ന് 100 കിലോമീറ്റർ താണ്ടി ഒരുപാട് പേര് ജോലി വരെ ലീവ് എടുത്ത് ഇവിടെ വന്നതാണ്. കുറെ ആൾക്കാരുമായിട്ട് ഒരു ഇവന്റിന്റെ പേര് ഇവന്റുകാര് ഒരു പ്ലഗ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇത്ര ജനങ്ങൾ ഇവിടെ